Myself, Sheba Ansa Matthew, your faculty for Auditing and Corporate Governance paper, BCom 6th Sem. അപ്പോൾ നമ്മുടെ സിലബസിലേക്ക് ഒന്ന് ഓടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞ പേപ്പർ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പാർട്ട് എ ഓഡിറ്റിംഗ് ആൻഡ് പാർട്ട് ബി കോർപ്പറേറ്റ് ഗവേണൻസ്. പാർട്ട് എയിൽ ടോട്ടൽ 3 മൊഡ്യൂൾസ് ആണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഓഡിറ്റിംഗ് ആൻഡ് ഓഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ്, മീനിങ്, ഡെഫിനേഷൻ, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ടെക്നിക്സ്, പ്ലാനിങ്, അങ്ങനെ റിലേറ്റഡ് കൺസെപ്റ്റ്സ്. ഓൾസോ ഓഡിറ്റ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസും നമ്മൾ ഈ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ആൻഡ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓഡിറ്റ് പ്രൊസീജിയർ എന്നുള്ളതാണ്. ഓഡിറ്റ് പ്രൊസീജിയർ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്, മീനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓൾസോ വൗച്ചിങ് ആൻഡ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നൊരു കൺസെപ്റ്റ് കൂടെ ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആണ്. തേർഡ് മൊഡ്യൂൾ വന്നിട്ട് ഇന്റേണൽ കൺട്രോൾ. ഈ ഒരു മൊഡ്യൂളിൽ ഇന്റേണൽ കൺട്രോൾ എന്താണ് എന്നൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്റേണൽ ചെക്ക് എന്താണ്, അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്. ആൻഡ് ഒരു ഓഡിറ്ററിൻ്റെ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഈ ചാപ്റ്ററിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾസോ ഓഡിറ്റ് കമ്മിറ്റിയെ പറ്റി പഠിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഏരിയാസ് ഓഫ് ഓഡിറ്റ് എന്തൊക്കെയാണ്, മാനേജ്മെൻറ്റ് ഓഫ് ഓഡിറ്റ്, അതോടൊപ്പം തന്നെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. സോ ഇനി അടുത്തത് നമ്മുടെ പാർട്ട് ബി ആണ്, കോർപ്പറേറ്റ് ഗവേണൻസ്. ഇവിടെ നമുക്ക് ടോട്ടൽ 2 മൊഡ്യൂൾസ് ആണുള്ളത്. കണ്ടിന്യൂഷൻ ആയിട്ടാണ് മൊഡ്യൂൾസ് വരുന്നത്. അപ്പം മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, ഗ്രീൻ ഗവേണൻസ്, ഇൻസൈഡർ ട്രേഡിംഗ്, റേറ്റിംഗ് ഏജൻസീസ്, വിസിൽ ബ്ലോയിങ്, അങ്ങനെ കുറച്ചധികം കൺസെപ്റ്റുകളും ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഫൈനൽ മൊഡ്യൂൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് മേജർ ഫെയിലിയേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് മേജർ ഫെയിലിയർ? കോർപ്പറേറ്റ് ഗവേണൻസിൽ ഒരു ഫെയിലിയർ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആൻഡ് ഓൾസോ ഇതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, ആൻഡ് കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, അങ്ങനെയുള്ള കുറച്ച് അധികം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. അതോടുകൂടി നമ്മുടെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളൊരു പേപ്പർ കൺക്ലൂഡഡ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ലൈവ് കാണാം.